ക്രിപ്റ്റോയിലെ ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. കാര്യമായ അപ്ഡേറ്റുകളൊന്നുമില്ല, എയർ ഡ്രോപ്പുകളൊന്നും വരുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത്. ഇപ്പോൾ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ്സിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ട്വിറ്ററിൽ വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു 10 ദിവസം അവരുടെ ഒരു ടെസ്റ്റ് നെറ്റ് പോലെ ടെസ്റ്റ് ഫേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ഇത് 100 പോയിൻറ്റിന് ഒരു ടോക്കണായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജ് ഇതുപോലെ വരും. ഇവിടെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ ആരോ ക്ലിക്ക് ചെയ്യുക. ഇതും ക്ലിക്ക് ചെയ്ത് വിടുക. ഇതും നെക്സ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടുക. നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇമെയിൽ കൊടുക്കുക. പഴയ പാസ്വേഡും ഇമെയിലും നിങ്ങൾ മുമ്പ് ജോയിൻ ചെയ്തത് അതിന് കൊടുക്കുക. പുതുതായിട്ട് ആരും ഇതിൽ ജോയിൻ ചെയ്യേണ്ട, മുൻപ് മൈൻ ചെയ്തവർക്ക് വേണ്ടി മാത്രമാണ്. താഴെ കാണുന്ന ട്രാൻസ്ഫർ ഡാറ്റ നൗ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റഫറൽ കോഡ് കൊടുക്കുക. റഫറൽ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. FE5699DO. O അല്ല, 0 D0. ഇതാണ് എൻ്റെ റെഫറൽ കോഡ്. ഇത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ലൊക്കേഷൻ കൊടുക്കുക. ഏതെങ്കിലും ഇപ്പോൾ ഓൺലി ദിസ് ടൈം ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ഇത് കൊടുക്കുക. കൊടുത്ത് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ വരും. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഡോക്യുമെൻറ്റിലുള്ളതുപോലെ ഫുൾ നെയിം കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഡേറ്റ്, മന്ത്, ഇയർ എല്ലാം വരും. ജെൻഡർ സെലക്ട് ചെയ്യുക. ഒരു ഫോട്ടോ ഒന്നുകിൽ നിങ്ങൾ ടേക്ക് ഫോട്ടോയിൽ എടുക്കുക, അല്ലെങ്കിൽ ഗാലറിയിൽ പോയിട്ട് നിങ്ങളുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ഫേസ് വരത്തുള്ളൂ. ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും ഒരു പേജ് വരിക. ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് പൂക്കളും അങ്ങനെ അതൊക്കെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതും എന്താ പറയുക, ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങളെ ഗാലറിയിലേക്ക് പോകും. ഞാൻ വേണമെങ്കിൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ ഇട്ടയക്കാം. ഒരു 8-10 എനിക്ക് ആരൊക്കെ ഗുഡ് മോർണിംഗ് ഇതൊക്കെ അയച്ച അതാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം നമ്മളെക്കുറിച്ച് 2 വാക്ക് എഴുതുക. ഈ കാണുന്ന ഇതുപോലെ ഞാൻ കുറച്ച് പൂക്കൾ, പക്ഷികളുടെ ഇതൊക്കെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒരു 2 വാക്ക് ഇവിടെ എഴുതുക. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. ഹൗസ് വൈഫ് ടേക്ക് ഗ്രോ ടു പ്ലാന്റ്. അപ്പോൾ എന്താണെങ്കിലും ഒരു 2 വാക്ക് എഴുതുക. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ മാത്രമേ താഴത്തുള്ള നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ഇത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് വരും. ഇതിലേതെങ്കിലും ഒരു 3 ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3 ഓപ്ഷൻ, സ്റ്റാർട്ടപ്പ്, ഇൻവെസ്റ്റിംഗ്, മ്യൂസിക്, ഇത് 3 സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. ഇതിൽ വന്നിട്ട് ഫസ്റ്റ് ലൈനിൽ നിങ്ങൾ മെൻ ആണോ വുമൺ ആണോ എന്താണ് അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം മാക്സിമം ഡിസ്റ്റൻസ് 30 കിലോമീറ്റർ, വേറെ ഒന്നും ചെയ്യാനില്ല. ഫിനിഷ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു മെയിൻ പേജ് ഓപ്പണായി വരും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ മെയിൻ പേജ് ഓപ്പണായി വരിക. ഓപ്പണായി വന്നതിന് ശേഷം അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണാൻ കഴിയും. നമ്മുടെ എത്രയാണോ നമ്മുടെ എന്താ പറയുക ടോക്കൺ അവൈലബിലിറ്റി ഇവിടെ കാണാൻ കഴിയും. എനിക്ക് 55.9 എന്ന് പറയുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ആക്സ് കോഡാലിയോലെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈനിങ് സ്റ്റാർട്ട് ആകും. ഓക്കെ, മൈനിങ് സ്റ്റാർട്ട് ആകും. ഇനി അടുത്തുള്ള 8 ദിവസമുണ്ട്. അവിടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. വേറെ ഇതിൽ ചെയ്യാനുള്ളത് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജോയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ റെഫറൽ കോഡ് ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ജോയിൻ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് ഇത് നമ്മൾ ജോയിൻ ആകും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്രൊഫൈലിൽ പോയതിന് ശേഷം നിങ്ങളുടെ യൂണിറ്റ്സിൻ്റെ വാലറ്റ് നിങ്ങൾ ഇതുവരെയും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സീഡ് പ്രൈസ് എല്ലാം സേഫായിട്ട് എഴുതി വയ്ക്കുക. ഒരുപക്ഷെ നമുക്ക് വിഡ്രോ ഒക്കെ കിട്ടേണ്ടത് ഈ വാലറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സീലിയ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സീലിയയുടെ മെയിൻ പേജിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇത് മെയിൻ പേജാണ്. ഇവിടെ നമ്മുടെ മൈനിങ് ടോക്കൺ ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ മുമ്പ് എന്തെങ്കിലും സ്റ്റാക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടോക്കൺ അൺസ്റ്റാക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയ ഭാഗം, ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇമെയിൽ വെരിഫൈഡ് ആണോ. നിങ്ങൾ മെയിൻ നെറ്റ് വെരിഫിക്കേഷന് വേണ്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ അൺവെരിഫൈഡ്
അപ്പോൾ ഇത് നോക്കുക, അൺവെരിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ക്യൂയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ നമ്മൾക്കിത് വെരിഫൈ ചെയ്യണം. ഞാൻ വെരിഫിക്കേഷൻ ക്യൂയിലേക്ക് നേരത്തെ കൊടുത്തിരുന്നു. അപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. മെയിൽ വന്നത് ഇപ്രകാരമായിരുന്നു. ഇതുപോലെ വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് യുവർ KYC എന്ന് പറഞ്ഞ് മെയിൽ വരും. ചെയ്യാത്തവരാണെങ്കിൽ ഇത് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ മെയിൽ വരും. ഈ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ് ആധാർ കാർഡ് കൊടുക്കണം. ആധാർ കാർഡിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേസ് വെരിഫിക്കേഷനും ചെയ്യും. ഓക്കെ, നമ്മുടെ നമ്മൾ മുമ്പ് കോറിലും മറ്റു കാര്യത്തിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഇതിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഒരു റൗണ്ട് വരും. അതിനകത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് വയ്ക്കണം. അപ്പോൾ അത് അവർ ഫോട്ടോ എടുത്തോളും, വേറെ ഒന്നും ചെയ്യാനില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ വെരിഫിക്കേഷൻ അപ്രൂവൽഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മെയിൽ നിങ്ങൾക്ക് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സീലിയയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ സീലിയയിൽ വലിയ ഒരു എന്താ പറയുക, ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഇത്രയൊക്കെയാണ് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. പുതിയ പ്രോജക്റ്റുകളൊന്നും എയർ ഡ്രോപ്പുകളൊന്നും തരാത്തത് കൊണ്ട് ആണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.